ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. ഇത് ഞങ്ങളുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക് 8ൻ്റെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്ട്രോ FM അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. കൂടാതെ ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയുണ്ട്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേ കാര്യം തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളിലും ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോ ആണ്. വീക്ക് 8 എന്ന് ഞാൻ പറഞ്ഞു. ഡേ 30 ഡേ 51 മുതൽ 57ാമത്തെ ദിവസമാണ് ഇന്നെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ അതുവരെയുള്ള എപ്പിസോഡുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നടന്നത് ബോട്ടിൽ ടാസ്ക് ആണ്. അപ്പം ബോട്ടിൽ ടാസ്ക് ഏത് ക്ലാസിക് ടാസ്ക് കൊടുത്താലും കുളമാക്കുന്നത് പോലെ തന്നെ ഇത്തവണയും അത് നല്ല മനോഹരമായ രീതിയിൽ കുളമാക്കാനായിട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ ചേർന്ന് നല്ല മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് അതിന് സാധിച്ചു. മെയിനായിട്ട് എന്താ പറയുന്നത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ, അതായത് കുപ്പിയിലൂടെ ഇമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ദൗത്യമാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരുന്നത്. ആദ്യം ഓറഞ്ചും നാരങ്ങയും, ലെമൺ ആൻഡ് ഓറഞ്ച് ജ്യൂസ് കമ്പനികളാണ് ഉണ്ടായിരുന്നത്. അതിന് 2 ഉടമസ്ഥരുണ്ട്. കൂടാതെ തൊഴിലാളികളുണ്ട് ഈ ബോട്ടിൽ ശേഖരിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഉടമകൾ അതിൻ്റെ അകത്ത് ജ്യൂസ് നിറച്ച് ക്വാളിറ്റി ചെക്കിന് 2 പേര് ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോട്ടിലുകളുള്ള കമ്പനിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കോയിൻ കിട്ടുന്ന രീതിയിൽ, ഇമ്മ്യൂണിറ്റി കോയിനാണോ, കോയിൻ കിട്ടും. അങ്ങനെ ആ രീതിയിലാണ്. അതെ, ഇമ്മ്യൂണിറ്റി കോയിൻ തന്നെ. യെസ്, അത് കിട്ടും. അത് പിന്നെ എന്നിട്ട് ഉടമകൾക്ക് ആർക്കാന്ന് വെച്ചാൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്വയം എടുക്കാം. അങ്ങനെയാണെന്ന് തോന്നും. അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താണെങ്കിലും ഇമ്മ്യൂണിറ്റി ആണല്ലോ, അപ്പോൾ ഒരുത്തനും കെട്ടരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്വാളിറ്റി ചെക്കറായിട്ടുണ്ടായിരുന്ന അനുമോൾ അൻജിഷിനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അനുമോൾ എക്സ്ട്രാ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ഇരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ISO ഗുണനിലവാരമുള്ള ജ്യൂസുകൾ മാത്രമേ ഞങ്ങളിവിടെ കൊടുക്കൂ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അകത്തെ മുക്കുമൂലയും കരടും അതും കുപ്പി ചളങ്ങിയതും, അതും ഇവർ കുപ്പി ശേഖരിക്കാൻ വരുമ്പോൾ തന്നെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക. എല്ലാവരും അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നടത്തി അങ്ങനെ കൊണ്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ ഓടി വരുന്നു, കുപ്പിയെല്ലാം കൂടെ എടുത്ത് പിടിച്ചിരിക്കുന്നു, വലിക്കുന്നു, ചളുക്കുന്നു. അതിൻ്റെ ഇടയിൽ കുപ്പി വൃത്തിയാക്കാനായിട്ട് അകത്തുനിന്ന് കൊണ്ടുവരുന്ന ടവലൊക്കെ വെച്ച് അതിൻ്റെ അകത്തൊക്കെ തുടയ്ക്കുന്നു. അക്ബർ ആ ടവലൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. ആകെ മൊത്തത്തിൽ അലമ്പ്. എന്നിട്ട് ഇതുകൊണ്ട് കൊടുക്കുന്ന ഓണേഴ്സ് ആണെങ്കിൽ അനീഷും പിന്നെ നമ്മുടെ നെവിനും പിന്നെ ആദ്യത്തെ ഒരു ഇതിലെന്തോ ഒരു കുറച്ചുകൂടെ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ ഇതെന്തുകൊണ്ട് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു താല്പര്യമില്ലാതെയാണ് അവനവിടെ നിന്നത്. അതിൻ്റെ ഇടയിൽ ജ്യൂസ് എടുത്ത് കുടിക്കുന്നുമുണ്ട്. പിന്നെ ജയിലിൽ പോയി കിടക്കുന്നവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനത്തെ പല കലാപരിപാടികൾ. പിന്നെ അനീഷാണെങ്കിൽ പിന്നെ ആദ്യത്തെ ദിവസം അതുകൊണ്ട് കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഇത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് തൊഴിലാളികളുണ്ട്, പ്ലീസ് മാഡം എന്നൊക്കെ പറഞ്ഞ് മുട്ടിൽ നിന്ന് അനുമോളുടെ അടുത്ത് കെഞ്ചിയൊക്കെയാണ് അപേക്ഷിച്ച് സാഷ്ടാംഗം പ്രണമിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് കുപ്പിയെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ്, ആദ്യത്തെ ദിവസം തന്നെ കുപ്പിയെല്ലാം എടുത്ത് വലിച്ചെറിയുകയും അങ്ങനത്തെ ഒരു വെൻറ്റിങ് ഔട്ട് പുള്ളി നടത്തിയിരുന്നു. അപ്പം നമ്മൾ ഓർത്തു എന്താ പറയുന്നത്, എക്സ്ട്രീം സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. പക്ഷെ അടുത്ത ദിവസം ആദില നൂറയായിട്ട് അടിയുണ്ടാക്കിയപ്പോഴത്തേക്ക് കുപ്പിയെല്ലാം വലിച്ചെറിയുകയും വെള്ളമൊക്കെ എടുത്ത് മേത്തൊഴിക്കുകയും അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്തു. അത് വളരെ ബോറായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഈ നൂറ അത്രയില്ല, ആദിലയായിരുന്നു എൻ്റെ ദൈവമേ വെറുപ്പിച്ച് പണ്ടാറടക്കിയത്. ഞാൻ തന്നെ മുമ്പ് ഏതോ എപ്പിസോഡിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഈ അനീഷുമായിട്ടുള്ള ഒരു കോംബോ എന്ന് വെച്ചാൽ ഇങ്ങനെ ആദിലയുടെ ഇങ്ങനത്തെ ഫണ്ണായിട്ട് അനീഷിനെ ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് കട്ട വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കട്ട വെറുപ്പിക്കൽ.
ഇവർക്ക് അന്ന് എനിക്ക് എന്താ പറയുന്നേ, ലാലേട്ടൻ വീട്ടിൽ കയറ്റാന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റിവിറ്റിയൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുമാതിരി കൂറ നെഗറ്റിവിറ്റിയിലോട്ടാണ് അതോ അതാണ് ഈ ഉള്ളിലുള്ള ഇങ്ങനെ ഈ എന്താ പറയുന്നത്, ഒരു പേഴ്സണൽ വെണ്ടയ്ക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ വെറും കൂറയാണെന്ന് തെളിയിക്കുന്ന ഒരിതാണ് നമ്മുടെ ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അനീഷിന്റെ പുറകെയാണെന്ന് വെറുപ്പിക്കുന്നില്ല പൊന്നി, അതങ്ങനെ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതല്ലേ, അനുമോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടിരുന്നിട്ട് ആ ടാസ്ക് കൊളാക്കാനായിട്ട് അനുമോൾ മാത്രം കാരണം എന്ന് പറയാൻ പറ്റില്ല. കാര്യം അതിന് ഉടമകൾക്കും പങ്കുണ്ട്. അതുമാത്രമല്ല ഒനീലിനും നല്ലൊരു രീതിയിൽ പങ്കുണ്ട്. എനിക്ക് കിട്ടിയില്ല ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുപ്പിച്ച് അളുക്കുക, പിടിക്കുക, അങ്ങനെയുള്ള പല കലാപരിപാടികളും ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ളൊരു ഗെയിമാണ് ഒനീൽ അവിടെ കാഴ്ചവെച്ചത്. ഇവൻ ഇങ്ങനെ മൈൻഡ് ഗെയിമറായിട്ട് ഇരുന്നിട്ട് വലിയ കാര്യമുണ്ട്. പ്രധാന മൈൻഡ് ഗെയിമേഴ്സായിട്ട് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഒനീല്, പിന്നെ അഭിലാഷ്, പിന്നെ നമ്മുടെ സാബുമാൻ. കാര്യം മൈൻഡിൽ മാത്രമേ ഗെയിം നടക്കുന്നുള്ളൂ. വേറെ ഒന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ടാണ് ആ പേരിട്ട് കൊടുത്തത്. ആ മൈൻഡ് ഗെയിമറായിട്ട് ഇരിക്കുന്നു എന്നുള്ള അല്ലാണ്ട് എന്തെങ്കിലും ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പട്ടം പറത്തുന്ന ആ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഇത് മാത്രമേ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം പണിപ്പുര കയറിയപ്പോഴാണേലും ഒക്കെ അമ്പേ പരാജയമാണ് പുള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്നാ പിന്നെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതി. എന്നാൽ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ വേറെ വല്ലവരുമായിട്ടും ഡീൽ വെച്ചിട്ട് ഇങ്ങനെ ഇത്ര കുപ്പി എടുക്കുക, എന്നിട്ട് നമുക്കത് ഇതാക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്മാർട്ടായിട്ട് എന്തെങ്കിലും ഒരു പ്ലേ നടത്തുക എന്നുള്ള കാര്യമില്ല. ലാലേട്ടൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എന്തിനാണ് ഓണർമാർ തന്നെ എന്തിനാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, അതിനല്ലേ ക്വാളിറ്റി ചെക്കർ ഉള്ളത്. അത് ക്വാളിറ്റി ചെക്കറായിട്ട് ഇരിക്കുന്ന ആൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് എന്താ പറയുന്നത്, ഈ കുപ്പിയിൽ വളവുണ്ട്, ഇതുണ്ട്, അത് ഇന്ന് ലീക്കുണ്ട്, എന്താ കരടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതിലൊരു പോറൽ കിടപ്പുണ്ട് കുപ്പിയിൽ, അതുകൊണ്ട് പറ്റില്ല. ലീക്കൊക്കെ ഓക്കെ ഓക്കെ, ലീക്ക് പാടില്ല. പിന്നെ മുടിയുടെ കാര്യത്തിലും അതിൽ ഞാൻ അനുമോളെ കുറ്റം പറയില്ല. കാര്യം അത് ഒരു മുടിയല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുനിന്നാണ് അത് കിട്ടിയെങ്കിൽ ആ കുപ്പികളിലെല്ലാം അത് കണ്ടാമിനേഷൻ അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആ മുടിയങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അത് തന്നെ ഒരു കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു മുടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ, എനിക്കറിയില്ല, അങ്ങനെ നമ്മൾ അത് ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അത് അനീഷിന് മുടിയായിരിക്കാം, അതിലയുടെ മുടിയായിരിക്കാം, ആരുടെ മുടിയാണേലും മുടി വീണു. അപ്പം അത് അതിലെ അവിടെ കൗണ്ടറിൽ കയറി ഇരിക്കാൻ പോയതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആഴ്ച തീരെ ഇഷ്ടപ്പെട്ടില്ല അതിലയുടെ പെർഫോമൻസും പ്രകടനവും ഒക്കെ. ചുമ്മാ കയറി ചൊറിയുക, ഒരു കാര്യമില്ലാതെ പോയിട്ട് ഇത് തലയണയൊക്കെ എടുത്ത് വലിച്ചെറിയുക, ഭയങ്കര പക്ഷോയും ഭയങ്കര വെറുപ്പീരുമായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എന്ത് കാര്യത്തിന് എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ അപ്പം ഈ ക്വാളിറ്റി ചെക്കേഴ്സ് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഓണർമാർ പിന്നെ എങ്ങനെ അവരുടെ കുപ്പിയുടെ ക്വാളിറ്റി അവർ ഉറപ്പ് വരുത്താതെ കൊണ്ട് കൊടുക്കാതിരിക്കും. കാര്യം എന്തുകൊണ്ട് കൊടുത്താലും റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പരമാവധി ഇത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. കാര്യം അത് നോക്കിയിട്ട് പറയാൻ അവർക്ക് പറയാനും പറ്റും, ഈ കുപ്പി എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് ചോദിക്കാനും പറ്റും. അതുകൊണ്ട് ലാലേട്ടൻ്റെ ആ ചോദ്യത്തിനോട് എനിക്ക് വലിയ മമതയില്ല. കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിനാണ് ക്വാളിറ്റി ചെക്കർ ഉള്ളത്. പക്ഷെ ക്വാളിറ്റി ചെക്കർ ഇമാതിരി ഇത്രയും എന്താ പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ജിഷിൻ പിന്നെയും ടാസ്ക് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്തു. അനുമോൾ എനിക്ക് തോന്നുന്നില്ല ക്യാരക്ടർ പിടിച്ച് പരമാവധി അങ്ങേറ്റം പോയാണെന്നുള്ള ഫീലിംഗ് എനിക്കില്ല. ആർക്കും ആ ഒരു എന്താ കിട്ടരുത് എന്നുള്ളൊരു മൈൻഡിൽ പോയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ വീടിനകത്തുള്ളവന്മാരെന്ത് ചെയ്തു, ജിഷിനെ ജയിലിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ഇത് ചെയ്തു. കാര്യം അനുമോൾ ഉണ്ടെങ്കിൽ ആ ടാസ്ക് നടക്കാതിരിക്കുകയുള്ളൂ. ജിഷിനുണ്ടെങ്കിൽ എങ്ങനെയും മുന്നോട്ട് പോകുമല്ലോ. അപ്പം അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, എനിക്ക് കിട്ടിയില്ല ആർക്കും വേണ്ട എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. ഒരു ഗെയിം സ്പിരിറ്റ് എന്നുള്ള ഒരു പരിപാടിയൊന്നുമില്ല ഇവർക്ക്. ആകെപ്പാടെ ഗെയിം സ്പിരിറ്റ് ഉണ്ടായിരുന്നത് മറ്റേ മണ്ണിൻ്റെ അകത്ത് മറ്റേ കൊടി നാട്ടുന്ന ഇതിൻ്റെ അകത്തായിരുന്നു. അന്നേരം നടക്കാത്ത ഫിസിക്കൽ വയലൻസും പരിപാടിയൊന്നുമില്ല. അന്ന് ആരും ഒന്നും കംപ്ലൈൻറ്റ് ചെയ്തില്ല. എന്താ പറയുക, ഞങ്ങളെ മാൻ ഹാൻഡിൽ ചെയ്തു എന്നും പറഞ്ഞ് പെണ്ണുങ്ങളാരും വന്നില്ല. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിഗ് ബോസിൻ്റെ ഇതിനായിട്ടുള്ള ഒരു സ്പിരിറ്റും തേങ്ങയൊക്കെ ഇവന്മാർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ എന്താണ്, ആ ഹോട്ടൽ ടാസ്ക് കണ്ടില്ലേ, അത് അതുപോലെ കൊളാക്കിയെടുത്തു, ഇതിങ്ങനെ ആക്കിയെടുത്തു. ഇത് കൊടുത്താലും ഒരു ഇതുമില്ല, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നുമില്ല. ഇങ്ങനെ അടിയുണ്ടാക്കുക, അത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞ് ഇവരൊക്കെ എന്താ ആക്ട്രസസും ആക്ടേഴ്സും ഒക്കെ അല്ലേ. അപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിന് ഒരു മോഡുലേഷനൊക്കെ കൊണ്ടുവന്ന് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യണ്ടേ, എന്നാലല്ലേ അതിൻ്റെ ഒരു
എന്താ പറയുന്നെ, അവർക്ക് കൂടുതൽ അവസരങ്ങളും കാര്യങ്ങളൊക്കെ തേടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ബിഗ് ബോസ്. സിനിമയിൽ നിന്നൊക്കെ ആണെങ്കിലും. അപ്പം അതൊന്നും നോക്കുന്ന ആവശ്യമില്ല. ബിഗ് ബോസോ ടാസ്കോ എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് ഈ ബിഗ് ബോസ് എന്ത് ചെയ്തു? ഇയാളാണെങ്കി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്നെ ഒരു ഇതൂടെ കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ടാസ്ക് കൊടുത്താലും നിങ്ങളെ കൊളാക്കിക്കോ, ഞാൻ എന്തായാലും ഞങ്ങള് നടത്താനുള്ളത് നടത്തും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ബിഗ് ബോസ് ഇരിക്കുന്നത്. സോറി. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്നെ, അവിഞ്ഞ പരിപാടിയായിരുന്നു. അതിൽ ഈ ബിന്നിക്ക് ഒടുക്കത്തെ ഭാഗ്യമുണ്ട് കേട്ടോ. എന്താ പറയുന്നെ, ആ ഒരു ഇമ്മ്യൂണിറ്റി ഇതിൻ്റെ അകത്ത് അത് ബിന്നിക്ക് കിട്ടുകയും ചെയ്തു. അക്ബർ എന്താ പറയുക, പരസ്പരം കണ്ണ് ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്ന പരിപാടിയൊക്കെ നടത്തി. അതിൽ ബിന്നി ജയിച്ചു. അപ്പം ബിന്നിക്ക് അങ്ങനെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടി. അത് മാത്രമല്ല, ഇപ്പം നൂറ കൊടുത്തത് പ്രകാരം ഒരാഴ്ച മുഴുവൻ നൂബിനാണ് ഇപ്പം അകത്തേക്ക് കയറിയിരിക്കുന്നത്, ബിന്നിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഒരാഴ്ച ഫുള്ള് നൂബിനകത്തുണ്ടാവും. പോരാത്തതിന് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനുമായിട്ടുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി പവർ പോയി. എന്നാൽ ആ ഇമ്മ്യൂണിറ്റി ആർക്കും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. അതിന് കാരണം അടുത്ത ആഴ്ച എന്താണേലും നിങ്ങളൊക്കെ എന്നെ നോമിനേറ്റ് ചെയ്യും, എന്നാൽ പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും എനിക്കൊരു കാര്യം തോന്നിയായിരുന്നു, എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ആദിലയ്ക്കോ നൂറയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഇമ്മ്യൂണിറ്റി കൊടുത്തുകൂടായിരുന്നു ഇതെനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പം അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയാണെങ്കിൽ അവർ പുറത്ത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോൾ ആ ബിഗ് ബോസ് കൊണ്ട് കൊടുത്ത ഇമ്മ്യൂണിറ്റി ശരിക്കും വേസ്റ്റായി. ഓണിയിൽ പറഞ്ഞ കറക്റ്റ്, ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുവാണെങ്കിൽ അത് വേസ്റ്റാണ്. ആര്യൻ ജയിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അവിടെയും ആര്യൻ താഴോട്ട് ഇട്ട ഒരു കൊണ്ടുപോയിട്ട് പുള്ളിക്കാരി എടുത്തുകൊണ്ട് പോയി വെച്ചു. അത് പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൽ അത് കടന്നിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഓർത്തു, ബിന്നി കൊടുക്കത്തെ ഇതാണല്ലോ. പിന്നെ ഞാൻ ഓർത്തു, ക്യാപ്റ്റനെ കഴിഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ പോവല്ലോ. പക്ഷെ അത് നൂറയ്ക്കോ ആദിലയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കാരണമാണല്ലോ ഒരാഴ്ച മുഴുവൻ നൂബിനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു അസുലഭ നിമിഷം, ഒരു ഭാഗ്യമൊക്കെ കിട്ടിയില്ലേ. പോയി ഇങ്ങനെ നൂബിൻ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പോയി നൂറാനെ കെട്ടിപ്പിടിച്ചല്ലോ. അപ്പം അറ്റ്ലീസ്റ്റ് അവരിൽ ഒരാൾക്ക് എന്തായാലും രണ്ടുപേരും പുറത്ത് പോവുമായിരിക്കില്ല. അപ്പോൾ ഒരാൾക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. വേറെ ആർക്കും കൊടുക്കണ്ട. വേറെ ഇപ്പം പ്ലെയേഴ്സിനും കൊടുത്താൽ കൊടുക്കാതിരിക്കുന്നതൊക്കെ പിന്നീട് ഇഷ്ടം. പക്ഷേ ഫാമിലീനെ ഒരാഴ്ച കൂടെ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ. അവർക്ക് വേറെ ആരുടെ ഫാമിലീനെ വേണേലും ചൂസ് ചെയ്യായിരുന്നു. നൂബിനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവർ ബിന്നി പുള്ളിക്കാരിയുടെ ടീമിലുണ്ടായിരുന്നതായതുകൊണ്ടും അഭിലാഷിൻ്റെയും എന്താ പറയുന്നത്, ബിന്നി ആയിരുന്നല്ലോ നൂറയുടെ ടീമിലുണ്ടായിരുന്നത്, അതുകൊണ്ട് ബിന്നിക്ക് കൊടുത്തു. അപ്പം അറ്റ്ലീസ്റ്റ് നൂറയ്ക്കെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ബിന്നിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ എന്താണേലും ക്യാപ്റ്റൻ ആയതുകൊണ്ട് ബിന്നിയുടെ ഇമ്മ്യൂണിറ്റി പവർ വേസ്റ്റായി. അപ്പം ഈ ആഴ്ച ഇനിയിപ്പം ഫാമിലി വീക്ക് ആയതുകൊണ്ട് അങ്ങനെ വലിയ പരിപാടികളൊന്നും അങ്ങനെ കാണില്ല ക്യാപ്റ്റന് ചെയ്യാനായിട്ട്. പക്ഷേ ക്യാപ്റ്റനുമായി അപ്പം ഈ ആഴ്ചത്തെ ബിന്നിയുടെ പ്രകടനം അനുസരിച്ച് ആൾക്കാർ എന്താണേലും നോമിനേറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ചുമ്മാ ഒരു ഇമ്മ്യൂണിറ്റി, എന്നാൽ പിന്നെ ഇതിലും ഭേദം ഇമ്മ്യൂണിറ്റി ഇത് നടത്താതിരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് ആര്യൻ ക്യാപ്റ്റൻ ആവുമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ആര്യൻ മനഃപൂർവ്വം ഉഴപ്പി കളിച്ചതാണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഞാൻ കണ്ടു. അതെനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കളിച്ചതാണെങ്കിൽ കൊള്ളാം. അപ്പം ഇവള് ഈ ആഴ്ച ക്യാപ്റ്റൻ ആവുകയും ചെയ്യും. എന്തായാലും അവൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആ ഇമ്മ്യൂണിറ്റിയും വേസ്റ്റ് ആവും എന്നുള്ളൊരു ഇതിലാണോ എന്താണേലും. അങ്ങനെ കളിച്ചാണെങ്കിൽ അതൊരു കൊള്ളാം, നല്ലൊരു മെയിൻ ഗെയിം ആയിരിക്കും. പിന്നെ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ മറ്റേ അനീഷ് വന്നിട്ട് ബിന്നിയുടെ അടുത്ത് പുള്ളിക്കാരി കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ പരാജയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഈ ദിവസത്തെ മാത്രം സംഭവമല്ല. ഇതിനു മുമ്പ് കിച്ചൺ ടീമിലൊക്കെ ബിന്നി ഉള്ളപ്പോഴൊക്കെ ബിന്നിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം വെസൽ വാഷിംഗ് ടീമിലുണ്ടായിരുന്നപ്പോഴും ഇത്തരം മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ഹൈജീൻ എന്നൊക്കെ പറയുന്നുണ്ടെന്നെങ്കിലും എന്താ പറയുന്നത്, മനഃപൂർവ്വം ഇങ്ങനെ ഇതുപോലത്തെ രീതിയിൽ നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് കൊടുക്കുന്ന ഡ്യൂട്ടികളിൽ പുള്ളിക്കാരി ഉഴപ്പുന്നുണ്ട് എന്നുള്ളതിനൊരു മറ്റൊരു തെളിവും കൂടെയാണ് ഇന്നത്തെ ഒരു പരിപാടി. അതിൽ നിന്ന് ബിന്നിക്ക് അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതിപ്പം
ഒരു റിപ്പീറ്റഡ് ഒഫൻസ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പം അത് കണ്ടത്. പിന്നെ ഇന്ന് മറ്റേ ഫാമിലി വീക്കിൽ വരുമ്പോഴത്തേക്ക് അവരെ കാണണമെങ്കിൽ ടാസ്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞ ബിഗ് ബോസിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇത് എന്തോന്നാണ് ഇത് ഇപ്പൊ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റടത്തെ പണി കാണിക്കുമോ എന്ന് ഞാനിങ്ങനെ നോക്കി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ബിഗ് ബോസ് അത്ര ക്രൂരനല്ലാത്തതുകൊണ്ട് അനീഷിന് കുറച്ച് സമയം കിട്ടിയെന്ന് തോന്നുന്നു. അനീഷിന്റെ കല്യാണ സമയത്തെ ഫോട്ടോ ആണെന്നുള്ള രീതിയിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ലൈവിൽ അങ്ങനെ പറഞ്ഞിരുന്നു അത്രേ. അതുകൊണ്ടായിരിക്കും പുള്ളി അതൊന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ഇതായി കാണുന്നത്. ഇനി പഴയ മറ്റേ ട്രിഗറിങ് മെമ്മറീസ് ഒക്കെ വന്ന് കാണുമായിരിക്കും. ഞാൻ ഓർത്ത് ഇയാളെന്ത് ഇത് ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട് എന്ത് ഇത്രയും കടന്ന് ഇങ്ങനെ പെടാപ്പാട് വിടുന്നത് എന്താണ് പരിപാടി എന്നിങ്ങനെ ഓർത്തു. ഇനി മനഃപൂർവ്വം പുള്ളി ഇങ്ങനെ ഫാമിലീനെ കാണാൻ പറ്റാതെ പോയ ആ ഒരു ഇത് വല്ലതും കൊണ്ടുവരാനായിട്ടുള്ള വല്ല ഇതാണ്. പിന്നെ അമ്മേനെ ഓർത്ത് അമ്മ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്തു ഇത് ഇനി വല്ല അഭിനയം വല്ലതും ആണോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോൾ അവരുടെ ഇമോഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ മാത്രം പേഴ്സണൽ അതിലൊക്കെ നമ്മൾ സംശയം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ ലൈറ്റായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയായിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടു. അത് മേ ബി ചിലപ്പോൾ അമ്മ വരില്ല എന്ന് പുള്ളി പ്രതീക്ഷ കാണത്തില്ല. പുള്ളി ബ്രേക്ക് ഡൗൺ ആയ പോലെയാണ്. എന്താണെങ്കിലും അത് ഓക്കെ. പുള്ളിയുടെ ഇമോഷൻസ് എന്നുള്ള അതിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു കയറി ചിന്തിക്കേണ്ട എന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാൻ ഓർത്ത് ഇയാളത് വെറുപ്പിക്കുമോ എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഞാനിങ്ങനെ ഓർത്തായിരുന്നു. പക്ഷെ ഓക്കെ. ഷാനവാസിന്റെ ഫാമിലി നല്ല ക്യൂട്ടായിരുന്നു. മോളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവർക്ക് മോൾക്ക് നെവിനെയാണ് ഇഷ്ടം എന്നുള്ളതാണ് പറഞ്ഞത്. നെവിനെ കുട്ടികളുടെ കുടുംബങ്ങൾ കൊണ്ടാടും വെട്രിയായി മാറിയോ, കുട്ടികളുടെ ഇടയിൽ കുട്ടികളെ കയ്യിലെടുത്തോ നെവിൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ എന്താ പറയുന്നത്, ഇന്ന് ഇപ്പം നൂബിൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഞാനോർത്ത് അവര് മറ്റേ പ്രൊമോയ്ക്കകത്ത് കാണിച്ചപ്പോൾ അവർ കിസ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചത്. ഞാനോർത്ത് അനുമോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ഇപ്പോഴത്തെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ഈ വീട്ടിൽ ഉമ്മ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ഭാഗ്യത്തിന് അന്നേരം ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രാത്രി കിടക്കാൻ നേരത്ത് പുതപ്പും തലേണയൊക്കെ കൊണ്ട് കവർ ചെയ്യാൻ പോയിരിക്കുന്നു. ഈ അനുമോളും നെവിനും എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് അവനാണ് അവിടെ ഇരുന്നിട്ട് അവരുടെ ഇടയിൽ പോയിരുന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് മാത്രമല്ല പോയിട്ട് അവിടെ പോയിരുന്ന് സീൻ പിടിക്കാതിരിക്കുന്ന പോലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ. അയ്യയ്യോ എന്റെ ദൈവമേ, ഫാമിലി വീക്ക് ആണെങ്കിൽ പോലും ഇമാതിരി കുൽസിത പ്രവർത്തികളൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ അത്രയും ക്യാമറയും കോപ്പും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് അത്യാവശ്യം വെളിച്ചം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കുമ്പോൾ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നതെന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് അനുമോൾക്ക് പുതപ്പിന്റെ അടിയിൽ കൂടെ വരെ കാണാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായ വെളിച്ചം ഉണ്ടായിരിക്കുമല്ലോ. ഇരുട്ടത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ, കൂരിരുട്ടാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഇവരെന്താണേലും അതിൻ്റെ അകത്ത് കയറിയിട്ട് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ, ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും. ഇത് കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഷോ ആണല്ലോ, കുട്ടികൾ മുതൽ. അപ്പം അപ്പൊ പിന്നെ എന്തിനാണ് ഇവൻ പോയിട്ട് അവിടെ പോയി ഇരിക്കുന്നത്? ഇവളെന്തിനാ കൊണ്ട് പുതപ്പൊക്കെ എടുത്ത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയൊക്കെ പണിയാൻ പോകുന്നത്? എന്നിട്ട് അവിടെ കൊണ്ട് പുതപ്പൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പറേ വന്നിട്ട് അവന് തലയണ 2-3 സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ചാരി ഇരുന്ന് നോക്കിയാൽ കാണാമെന്ന്. ഉയ്യോ എന്റെ പൊന്നനുമോളെ, വെറുപ്പിച്ച് പണ്ടാറടക്കി എന്ന് പറയുന്നത്. ഇപ്പം നിനക്ക് അപ്പൊ അങ്ങനെ പുതപ്പിനടിയിൽ എന്താ ചെയ്യുന്നത്? നീ എക്സ്ട്രാ പുതപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, പുതപ്പിനടി എന്താ ചെയ്യുന്നത് നിനക്ക് ഇപ്പൊ കാണണ്ടേ? ആ കട്ടിലേന്ന് കഴിഞ്ഞ ദിവസം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇവിടെ അവിടെ കിടന്ന് ഉറങ്ങിയാൽ പോരും, നീ എന്തിനാ ഇങ്ങനെ അവരുടെ ഇടയിലോട്ടൊക്കെ നോക്കാൻ പോകുന്നത്? അത് ആര്യന്റെ പുതപ്പ് കൊണ്ടുപോയിട്ട് എക്സ്ട്രാ പുതപ്പ് ബിഗ് ബോസ് അത് എവിക്റ്റ് ആയി പോയ ആൾക്കാരുടെ പുതപ്പാണ് തിരിച്ചു ചോദിച്ചു. ഉടനെ ഇവന്റെ പുതപ്പോട് എടുത്തോണ്ട് പോയി ഈ അനുമോക്ക് ഈ പുതപ്പ് കണ്ടന്റേ ഉള്ളൂ. എന്തൊരു ഒന്നെങ്കിൽ കുല കണ്ടന്റ്, ഇങ്ങനത്തെ പുതപ്പ് കണ്ടന്റ് ഒക്കെ അല്ലാണ്ട് ഇവർക്ക് എന്ത് തേങ്ങയാ. പിന്നെ പ്ലാച്ചിയാണ് ഏറ്റവും മികച്ച ഗെയിമർ എന്നുള്ളത് ഞാൻ പറയും. ഒന്നും ചെയ്യാതെ തന്നെ പ്ലാച്ചി സൂപ്പർ ഹിറ്റായി. അനുമോളെ എവിക്റ്റ് ചെയ്തിട്ട് പ്ലാച്ചിനെ മാത്രം അവിടെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. കാര്യം എൻ്റെ അനുമോൾ ഇല്ലാതെ പിന്നെ ഗെയിം ചേഞ്ചർ ഇല്ലാതെ എങ്ങനെ അല്ലേ? അത് ബിഗ് ബോസിൽ അനുമോൾ വേണം, എങ്കിലേ ഒരു ഇങ്ങനത്തെ കുറച്ച് സ്പൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പുതപ്പ് കൊണ്ട് പുതപ്പിക്കാൻ പോയേക്കുന്നു.
ആര്യനെന്ന് അത് കമന്റുകളില് അനുമോളുടെ PR ആണോന്ന് എനിക്കറിയാൻ പാടില്ല. കമന്റുകളില് അനുമോൾ ആര്യനിട്ട് നിറച്ച് കൊടുത്തൂന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണ് എനിക്ക് തോന്നിയത്. ആര്യൻ ശരിക്കിട്ട് നിനക്ക് നിന്റെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അവരൊക്കെ വരുമ്പോ എന്ന് കാണണം എനിക്ക് എങ്ങനെയാണ് നീ പെരുമാറുന്നത്. നിന്റെ ഈ പ്രോ പ്ലേയൊക്കെ എങ്ങനെയാ അവിടെ എടുക്കുന്നതെന്നുള്ളതൊന്ന് കാണണം എന്നുള്ള രീതിയിൽ ആര്യൻ ഇന്ന് ശരിക്കും നല്ല താങ്ങുന്നുണ്ടായിരുന്നു. അവര് ബിന്നിയും നൂബിനൊക്കെ വന്നിട്ടുണ്ട്. അവര് നല്ല സ്നേഹത്തിലൊക്കെയാണ്. "നീ പോയി ഇടപെടുന്നില്ലേ?" എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആര്യൻ ഇങ്ങനെ ഇട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ആ ട്രിഗറിങ്ങിന്റെ എല്ലാം കൂടെ ഒരു ഭാഗമായിട്ടായിരിക്കും. ഞാൻ ഹസ്ബൻഡിനും വൈഫും വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും. ഒരു റൂമും കൂടെ എടുത്തു കൊടുക്കാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടോയി പുതപ്പും എല്ലാം കൂടെ തലേണയും കൂടെ എടുത്ത് മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് നെവിന്റെയൊക്കെ കണ്ണില് കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ! ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പത്തേക്ക് ബിന്നി ഇനിയിപ്പം പാദപൂജ ചെയ്തില്ലാന്ന് വല്ലോം ബിന്നിയുടെ തലയിലോട്ട് കേറുവോന്നുള്ളത് അറിയാൻ പാടില്ല. അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും. ഹസ്ബൻഡും വൈഫും ആണെങ്കി പിന്നെ അനുമോളൊന്നും പറയില്ല. ഉയ്യോ! എന്റെ ദൈവമേ! പുതപ്പും എന്തൊക്കെയാണ്. അതിന്റെ ഇടയിലൊരു ബിറ്റ് മറ്റേ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരാഴ്ചയായിട്ട് എനിക്കെന്തോ എക്സ്ട്രാ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് കൊള്ളാം. നല്ലൊരു മികച്ച ഒരു ഇതാണ്. അത് ഞാന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ആര്യൻ പുറത്ത് പോവുകയാണെങ്കിൽ ചിലപ്പം ആര്യനും നല്ല ജിസൈലിനും നല്ല. പക്ഷെ ആര്യൻ അവിടെ നിൽക്കട്ടെ. ആര്യൻ അവിടെ നിന്നിട്ട് വേണം ജിസൈല് പുറത്ത് പോയിക്കോട്ടെ എന്നാണ് ഞാനിപ്പോ പറയുന്നത്. കാര്യം പുള്ളിക്കാരി ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഒട്ടും എന്താ പറയുന്നത് വേറെ വലിയ കണ്ടന്റ് ഒന്നുമില്ല. എല്ലാരും ഹിന്ദി ബിഗ് ബോസിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമെന്നാണ് പറയുക. ഹിന്ദി ബിഗ് ബോസിൽ ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച തന്നെ നിന്നിട്ടുള്ളൂ. അപ്പൊ അതിനും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഇഞ്ചുറി കാരണമാണ് പുറത്തായെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ജിസേൽ ഇനിയെ ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുക. ഇങ്ങനത്തെ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗെയിമർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുക. അല്ലാണ്ട് ഇപ്പം മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നതൊന്നും കാണുന്നതല്ലാണ്ട് എൻ്റെ അനുമോളൊക്കെ കണ്ടുപിടിക്കുക. ആരും ഒന്നും ഇല്ലെങ്കിൽ പ്ലാച്ചിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കും. അതാണ് അനുമോൾ. അങ്ങനെ വേണം. അല്ലാണ്ട് ഒരുമാതിരി എന്തോന്നിത്. ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കുലസ്ത്രീ അനുമോൾ ഇപ്പറ പറയുന്നുണ്ടോ നല്ല അങ്ങേറ്റത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും തേങ്ങ അങ്ങോട്ട് കാണിക്കുക. അല്ല ഇത് അതുമില്ല ഇതുമില്ല. എന്തോന്നടേ ഇത്. ഒനീലിനൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞിരിക്കുകയാണ് ആര്യൻ ജിസേലിന്റെ ഇത്. ഒനീല് ജിസേലിന്റെ അടുത്തൊക്കെ ഒലിപ്പിച്ച് നടന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇപ്പം അത് ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ നോമിനേഷനിൽ കൂടെ ഇടുന്നതും അഭിലാഷുമായിട്ടൊക്കെ ഉള്ള ചർച്ചയിലൊക്കെ ആണെങ്കിലും ആകപ്പാടെ ആ ലക്ഷ്മിയുടെ ഒരു വിഷയം വന്നുകൊണ്ട് മാത്രം ഒനീലിനൊരു പോസിറ്റീവ് ഇത് കിട്ടിയതാണ്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കട്ട നെഗറ്റീവായിട്ടുള്ള ഇതാണ് പുള്ളിയുടെ ഇതിൽ ഫുള്ളുണ്ടായിരുന്നത്. കാര്യം ഇപ്പറേ വന്നിട്ട് അത് നിങ്ങളുടെ മാത്രം വിഷയമാണ്, അത് മറ്റുള്ളവരുടെ വിഷയമല്ല എന്നൊക്കെ പറയും. അപ്പറേ അനുമോള് വന്നിരുന്ന് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായും പൊളിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ അത് കേൾക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേയറ്റം കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ മുന്നിലൊക്കെ. എന്നിട്ട് അഭിലാഷമായിട്ടിരുന്ന് ചർച്ച ചെയ്തതിനെ കുറിച്ച് കാണിച്ചപ്പോൾ അത് ബിന്നിയും ഉണ്ട് അതിന്റെ കൂട്ടത്തില്. എന്റെ പൊന്നേ! അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് വെറുതെ ആ ഇത് വിട്ടാ അവർക്ക് മൈലേജ് കൊടുക്കാതിരിക്കുക. അത് അവോയ്ഡ് ചെയ്യുക. ഇത് അവിടെ ഓൾറെഡി എന്താ പറയുന്നത് അത് ചർച്ച ചെയ്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്ന സാധനത്തിന് വേറെ പലരുമായിട്ട് ഇപ്പൊ റെനയൊക്കെ പോയതുകൊണ്ടാ. ഇല്ലെങ്കിൽ റെനയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേനെ. ബിന്നിനെ ഞാൻ കുത്തിത്തിരിപ്പൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇത് കാണിച്ചത് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർത്തിയാക്കണം. ഇനിയിപ്പം ഈ ആഴ്ച പിന്നെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുള്ളിയുടെ അടുത്തിരുന്ന് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ പുള്ളിയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അവരവരുടെ പാട്ടിന് വിട്, നിന്റെ ഗെയിം കളിക്കാൻ നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങേരം ഇനിയിപ്പോൾ എന്ത് ഗെയിമാണാവോ കളിക്കാൻ പോകുന്നത്. ഒരാഴ്ച അതിൻ്റെ അകത്ത് നിൽക്കേണ്ടി വരുമല്ലോ. ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അഭിലാഷും ജിഷിനും പോയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അഭിലാഷ് പോകുന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം അഭിലാഷിന്റെ പ്രത്യേക ഗെയിമായിട്ടൊന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തൊക്കെയോ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് കാര്യം ചില സമയത്തൊക്കെ ചില പോയിന്റുകളൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒളിച്ച് കടത്താൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യമൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒനീലിന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ആ ഒരു രീതിയിൽ ഒരു
എന്താ പറയാ, ചുമ്മാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗോസിപ്പ് പറയുക എന്നുള്ള അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലാത്തൊരു രീതിയിലായിരുന്നു അഭിലാഷിൻ്റെ ഗ്രാഫ് താഴോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അഭിലാഷ് പോയതിനോട് എനിക്ക് ഒന്നുമില്ല. പക്ഷെ ജിഷിൻ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ മാത്രമല്ല, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട പോളിൻ്റെ അകത്ത് ജിഷിന് വേണ്ടിയിട്ട് ജിഷിൻ പോകണമെന്ന് പറഞ്ഞ് ആരും തന്നെ വോട്ട് ചെയ്തിരുന്നില്ല. അഭിലാഷ് പോകണമെന്ന് ഒരു 38% ആൾക്കാരെങ്കിലും വോട്ട് ചെയ്തിരുന്നു. പക്ഷെ ജിഷിൻ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. അത് മോശമായിപ്പോയി. കാര്യം ജിഷിൻ വന്ന ആഴ്ചയിലൊക്കെ ഭയങ്കര വെറുപ്പീരും പുതപ്പിൻ്റെ മറ്റേ ഇഷ്യൂ ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും പിന്നെ പിന്നെ പുള്ളി കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുകയും എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്ന ഒരു ആളായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജിഷിൻ പുറത്തു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് അനീഷിനും പിന്നെ ആര്യനുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായിരുന്നത് നമ്മുടെ, അതായത് എൻ്റെ പോളുകളിൽ. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് വെറുപ്പീരൊക്കെ നടത്തിയത് ആദിലയും കൂടെ ചേർന്നില്ല. എന്നിട്ട് ആദിലേനേക്കാളും കൂടുതൽ ആൾക്കാർ അനീഷ് പോകണമെന്നാണ് പറഞ്ഞത്. ഓ കൊള്ളാലോ. എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇവരുടെ ഈ വെറുപ്പിക്കലൊന്നും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ വക എന്തുവാണവ, എന്തോ കോയിനും ജിത്തു ജോസഫിൻ്റെ ചോക്ലേറ്റ്, അതെനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ അമ്മ, എന്തൊരു വെറുപ്പിക്കലൊക്കെ ആയിരുന്നു. ഷാനവാസിൻ്റെ വക ഒരു പെങ്ങളൂട്ടി ഇതും. ഈ ബിഗ് ബോസ് എല്ലാ കാർഡും വലിച്ചു കീറും. മറ്റേ കാർഡ്, മറിച്ച കാർഡ്, പെങ്ങളൂട്ടി കാർഡ്. എന്നിട്ട് ഇവിടെ ഒരാൾ ഹിറ്റ്ലർ മാധവൻ കുട്ടിയായിട്ട് നടക്കുന്നുണ്ട്. അനുമോള്, നൂറ, പിന്നെ ആദില, 3 പെങ്ങന്മാർ. പിന്നെ സഹോദരനായിട്ട് നൻപനായിട്ട് വേറെ ഒരുത്തനെയും കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എനിക്ക് അയ്യ, എന്തുവാണോ ഫാമിലി വീക്ക്. പിന്നെ ഈ ആഴ്ച പുള്ളി ഇമോഷൻസ് ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാഴ്ച നിർത്തുന്നതുകൊണ്ട് പുള്ളി എന്തെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ എന്താണ് കഴിഞ്ഞ ആഴ്ച എന്താ നടന്നത്? ഇതൊക്കെയാണ് മെയിനായിട്ട് നടന്നത്. പിന്നെ ജിഷിൻ പോകണ്ടായിരുന്നു എന്നുള്ളത്. ഇനി സാബുമാനൊക്കെ എങ്ങനെയാണ് നിന്ന് പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഇത് പി ആറുകളുടെ ഒരു ശക്തമായ ഇടപെടലുണ്ട് എന്നുള്ളൊരു കാര്യം. മെയിനായിട്ടുള്ള പ്ലേയേഴ്സ് ആരും വന്നില്ലെങ്കിൽ സാബുമാനൊക്കെ കൂടുതൽ വോട്ട് കൊടുത്ത് ആര്യനെ പുറത്താക്കാം എന്നുള്ള രീതിയിൽ എന്തോ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഡേർട്ടി ഗെയിംസ് ഒക്കെ ആണെങ്കിൽ പിന്നെ പ്രേക്ഷക വിധിപ്രകാരം എന്ന് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ തമിഴ് സീസൺ 8 ചെയ്ത സമയത്തും ഇങ്ങനെ പി ആറിൻ്റെ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അന്നും പി ആർ ഒരു വലിയ വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ആരായിരുന്നു അതിൻ്റെ അകത്ത്, എനിക്ക് ഇവരുടെയൊക്കെ പേരും മറന്നുപോയി. മറ്റേ കുമരനും പിന്നെ മുത്തുക്കുമരനും പിന്നെ വേറെ ആരായിരുന്നു അതിൻ്റെ അകത്ത് മെയിനായിട്ടുണ്ടായിരുന്നു? ആരാണ്ട് ഉണ്ടായിരുന്നുണ്ട്. ആ പെണ്ണിൻ്റെ പേരും മറന്നുപോയി. നാവിൻ തുമ്പത്തുണ്ട്. എന്താണേലും പുള്ളിക്കാരിയുടെ ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണേലും പോട്ടെ. ഇതാണ് പ്രശ്നം. ഇതാണ് ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇവരൊന്നും ഓർത്തിരിക്കത്തില്ലല്ലോ, എല്ലാവരും മറന്നു പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്താണേലും നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഒരാൾ ആരാ ടോപ്പ് 5 എന്നൊക്കെ വരുന്നതെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ആരിലും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ വരട്ടെ എന്നുള്ളത്. എൻ്റെ അനുമോൾ എന്തായാലും വരുമെന്നുള്ളത് ഉറപ്പാണ്. അനുമോൾ വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് വേറൊരു കാര്യം ഞാനിങ്ങനെ കേട്ടായിരുന്നു. അതായത് പ്ലാച്ചി തിരിച്ചു വന്നപ്പോഴാണ് അനുമോള് വീണ്ടും പഴയ ബ്രോക്കൊലിയായി മാറിയത്. അതിൻ്റെ ഇടയിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അധികം കാണിക്കുന്നൊന്നും ഇല്ലായിരുന്നു. ശരിയാണ് കേട്ടോ. ആ സമയത്തൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരുന്നു അനുമോളുടെ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാച്ചി തിരിച്ചു വന്നതോടെയാണ് ബ്രോക്കൊലി ആയെന്ന് തോന്നുന്നു. അതാണ് പ്ലാച്ചി ഗെയിം ചേഞ്ചർ. പ്ലാച്ചീനെ പിന്തുണക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നത്, ഞാൻ ഇപ്പോൾ കഴിഞ്ഞാണ് പറയാൻ മറന്ന്. അതായത് ഇങ്ങനെയാണ്: അക്ബറിനെ നോട്ടം ശരിയല്ല ബൈ അനുമോൾ, അക്ബർ ജിസേലിനെ നോക്കുന്നത് ശരിയല്ല ബൈ ഷാനവാസ്, നെവിൻ ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല ബൈ അക്ബർ, മഡ് ടാസ്കിൽ അക്ബർ ജിസേലിനെ പിടിച്ചത് ശരിയല്ല ബൈ ഒനീൽ, പുതപ്പിനടിയിൽ കുലിസിതം ബൈ അനുമോൾ, മസ്താനിയെ പിടിച്ചത് തെറ്റ് ബൈ ലക്ഷ്മി, നെവിൻ്റെ പിടി ശരിയല്ല ബൈ ഷാനവാസ്, ആര്യൻ ശരിയല്ല ബൈ ബിന്നി. എന്തോന്നാ ഇത്, ഒരുത്തനും ശരിയില്ല. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു കമൻ്റ് ആയിരുന്നു. അതാണ് ഈ ഒരു സീസൺ സമ്മറി എന്ന് ചോദിച്ചാൽ ഈ സാധനമാണ് എടുത്തു കൊടുക്കാനുള്ളത്.
ഒന്നെങ്കിൽ സദാചാരം സംരക്ഷിക്കാനായിട്ട് അതായത് മറ്റേ ഭാര്യയും ഭർത്താവുമുള്ള പ്രൈവസി സംരക്ഷിക്കാൻ നടക്കും. അല്ലെങ്കില് ഈ പറഞ്ഞ പോലെ പുതപ്പിനടിയിൽ എന്താ ചെയ്തത്? അവനെന്നെ അങ്ങനെ പിടിച്ചു, ഇവനിങ്ങനെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്നിട്ട് ലാലേട്ടൻ പാവം വന്നിട്ട് വീക്കെൻഡിൽ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണം. ആ മനുഷ്യന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്ക്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ട് വന്നിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എല്ലാ എപ്പിസോഡിലും വന്നിരുന്ന് പറയേണ്ടതാണ്. ഇപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് വരുന്നു എന്നേ ഉള്ളൂ. അത് 46 വർഷങ്ങളെന്തോ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ 42 എന്ന് പറഞ്ഞു. 46 47 വർഷം എന്തോ ആയി ലലിച്ചൻ ഇവിടെ വന്നിട്ട്. ഇപ്പം സൺഡേ എപ്പിസോഡിലാണ് ബിഗ് ബോസ് തന്നെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തെ ആദരിക്കുന്ന രീതിയിലൊക്കെ ചെയ്തതൊക്കെ വളരെ നല്ലൊരു ഇതായിരുന്നു. അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ആഴ്ചയിൽ ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ. ഇനിയിപ്പം ഈ ആഴ്ചത്തെ നോമിനേഷൻ്റെ അകത്ത് ഉള്ളവര് നോക്കട്ടെ പറയാം. നെവിൻ, ആദില, നൂറ, ലക്ഷ്മി, സാബുമാൻ, അനുമോൾ, ഒനീൽ ആൻഡ് ജിസേൽ. ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒനീലും സാബുമാനും പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആര്യൻ ഇത്തവണ ഇല്ലല്ലേ? നൈസ്. ഒനീലും സാബുമാനും പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ജിസേല് പോയാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോവുകയാണെങ്കിൽ പോട്ടെ. ഇവർ രണ്ടുപേരും ഒനീലും സാബുമാനും മെയിനായിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു കാര്യം. സാബുമാൻ ഇനിയും അതിനകത്ത് നിന്നാൽ സാബുമാനെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല ആൾക്കാരൊക്കെ പുറത്തോട്ട് പോകും. ജിഷിനൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ കുഴപ്പമില്ല, നമുക്ക് ഓക്കെ ആയിട്ട് വരുമായിരുന്നു. അന്നേരമാണ് അങ്ങേര് പോയത്. അതുകൊണ്ട് എനിക്കറിയില്ല, ഇവരിലാരെങ്കിലും പോകണമെന്നാണ്. ഈ ഇത്രയും പേരിൽ ഇപ്പോൾ ഉള്ളതിലുള്ള ആൾക്കാരുടെ ഒരു ഗെയിം പ്ലേ ഒക്കെ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ എന്താ പറയുന്നത്, അക്ബറിനെ ഒന്നും കാണാനേ ഇല്ല. അക്ബറിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ പോയെന്നുള്ളൊരവസ്ഥയിലാണ്. അക്ബറൊക്കെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ബോട്ടിൽ ടാസ്കിലാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത്, ആ ബോട്ടിൽ ടാസ്കിൽ മറ്റേ ഇതിൻ്റെ അകത്ത് യൂണിയൻ ലീഡറിൻ്റെ ഒക്കെ പോലെയൊക്കെയുള്ള രീതിയിലുള്ള ഇതൊക്കെയാണ് കളിച്ചിരുന്നത്. അതൊന്നും ഐ ഡോണ്ട് നോ. പിന്നെ ജിസേലിനൊന്നും ഗെയിമേ ഇല്ല. നെവിൻ പിന്നെ കുറേ നാളായിട്ട് പുള്ളിയുടെ പഴയ പരിപാടികളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ ഇഷ്യൂ വന്നു, അത് ചർച്ചയ്ക്ക് എടുത്തുമില്ല. അപ്പം ആകെപ്പാടെ ഒരു ഇതുപോലെയാണ്. അനുമോൾ പിന്നെയും എന്താ പറയുന്നത്, ബാക്ക് ടു ഫോം എന്നുള്ള രീതിയിൽ അനുമോൾ ഓക്കെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഏറ്റവും കൂറ ക്യാപ്റ്റനാണ് എന്ന്. ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ മലമറിച്ചേനേന്ന്. കാരണം ഇതാണ് അനുമോൾ ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. അതാണ് അനുമോൾ. എനിക്ക് അതുകൊണ്ടാണ് അനുമോളെ ഇഷ്ടം. അനുമോൾ എന്നെ എപ്പോഴും വെള്ളയ്ക്കും. ആ റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എൻ്റെ ഇത് നല്ല കൊമേഡി എന്ന് ഞാൻ പറയാൻ കാരണക്കാരനായ അങ്കിൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്. അത് ഈ അനുമോളല്ല കേട്ടോ, മറ്റേ സിനിമാ നടി അനുമോളാണ്. എന്താണെങ്കിലും പിന്നെ ആരാ ഒനീലിൻ്റെ ഗെയിം പ്ലേ പറ്റി പറഞ്ഞു, ഒരു കാര്യമില്ല. ചുമ്മാ നെഗറ്റീവ്. ആ ഒരു ലക്ഷ്മിയുടെ വിഷയം വന്നപ്പോൾ മാത്രം, അതുകൊണ്ട് മാത്രം ഒരു കുറച്ച് മൈലേജ് കിട്ടി. ലക്ഷ്മി പോകാനായിട്ട് സാധ്യതകൾ ഞാൻ കാണുന്നില്ല. പിന്നെയും നിൽക്കുമായിരിക്കാം. നിൽക്കട്ടെ. എനിക്ക് ഒനീൽ പോകണം, അല്ലെങ്കിൽ സാബുമാൻ പോകണം. അതല്ലെങ്കിൽ ജിസേലാണേലും പോയാലും കുഴപ്പമൊന്നുമില്ല. ജിസേൽ അവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നെവിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ആലു പറാത്ത അല്ലെങ്കിൽ ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അല്ല ആര്യൻ അങ്ങനെയുള്ള അതല്ലാണ്ട്, ആര്യൻ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗെയിം പ്ലേ പുള്ളിക്കാരി എടുക്കുകയാണെങ്കിൽ ഓക്കെ. അത് ചുമ്മാ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ ഓക്കെയാണ്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതിൻ്റെ വേറെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് പിന്നെ ഐ ഡോണ്ട് നോ. അപ്പം ആരൊക്കെയാണ് ടോപ്പ് 5 എന്ന് പറയാനായിട്ട് ഞാനാണല്ലോ. നിങ്ങളുടെ ടോപ്പ് 5 ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ നോക്കാം പിന്നീട് ക്യാപ്റ്റൻസി ഇങ്ങനെയുണ്ട്. ഈ ആഴ്ചത്തെ ഫാമിലി വീക്കിൽ നമ്മൾ എന്തുമാത്രം ഇമോഷൻസിലൂടെ കടത്തിക്കൊണ്ട് പോകും എന്നുള്ളതൊക്കെ. നല്ല ഫണ്ണായിട്ടുള്ള ഫാമിലികളൊക്കെ ആരെങ്കിലും എല്ലാവരും നോക്കുന്ന, പക്ഷേ ആദില നൂറയുടെ ഫാമിലി വരുമോ എന്നുള്ളതാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് ആവാൻ പോകുന്ന വിഷയം. പക്ഷേ കയറി വരുന്നത് വേറെ ആരൊക്കെയാണ്, ജാസ്മിൻ മൂസയൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല.
അവരുടെ ആരുടെയെങ്കിലും സിസ്റ്റേഴ്സ് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നന്നായിരുന്നു. വിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു. ആദിലയാണ് പാവൻ നൂറേനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പെടുത്തി കളഞ്ഞത്. നൂറ പോരാത്തതിന് ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് എങ്ങനെ സഹിക്കുന്നെന്ന് ചോദിച്ചപ്പം പെട്ടുപോയില്ലെന്ന് പറയുകയും ചെയ്തു. അത് വെച്ചിട്ട് കുറേ അർത്ഥമൊക്കെ കണ്ടെത്താൻ പോകുന്നു. ഇവർ തമ്മിൽ അടിയുണ്ടാവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്തെല്ലാം പ്രതീക്ഷകളാണ് ആൾക്കാർക്ക്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അതായത് അക്ബർ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ആദിലയുടെ വീട്ടിൽ നിന്ന് എന്താ പറയുന്നത് ദിയാസന മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഒരു ഡാർക്ക് ഹ്യൂമറായിട്ടാണ് പറഞ്ഞതെങ്കിലും ആ ജോക്ക് അത് ഇച്ചിരി കടുത്ത ജോക്കായിപ്പോയി. കാര്യം അവരുടെ വീട്ടിൽ നിന്ന് ഫാമിലി മെമ്പേഴ്സ് ആരും വരുന്നില്ലല്ലോ. അപ്പം അത് അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്നുള്ളത് അത് ഇച്ചിരി ക്രൂരമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലൊക്കെ ഞാൻ കുത്തിക്കയറ്റാം. അവരടിയുണ്ടാക്കും, അവരടിച്ച് പിരിയണം. എന്നിട്ട് പിന്നെ വേറെ കുറെ വൃത്തികെട്ട കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ അതായത് മറ്റേ ആദിലയുടെ ആണെന്ന് തോന്നുന്നു അങ്കിൾ ഏതാണ്ടല്ലേ പറഞ്ഞത്, എന്ത് ആണിൻ്റെ സുഖം അറിയാത്തതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ആ സാക്രിഫൈസിന് തയ്യാറാവും. ഓ എൻ്റെ ആ പൊന്നോ, അങ്ങനെയുള്ളവന്മാരൊന്നും ഫാമിലി വീക്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അയ്യോ ഈ ജാതി ഐറ്റംസൊക്കെ. അപ്പം അതേ വൃത്തികെട്ട കമൻറ്റ് പറഞ്ഞ് കുറേ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു ഇതുപോലത്തെ കുറേ ഇങ്ങനെ കുറേ ഹേറ്റ്രഡ് ലെസ്ബിയൻ ബിഗ് ബോസ് ആണ് അങ്ങനെയാണ്. ലാലേട്ടനെതിരെ എന്തുമാത്രം സൈബർ ആക്രമണമാണ് പുള്ളി വീട്ടിൽ കയറ്റുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ഇത് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞ ഉടനെ ലാലേട്ടൻ ഇപ്പം മാറ്റി പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അത് ആദിലയുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് അങ്ങനെ ഒരു ഇത് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാടങ്ങ് പൊങ്ങണ്ട എന്നുള്ള ഇതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലേലും എല്ലാവർക്കും വരാമെന്നേ പുള്ളി പറയുള്ളൂ. അങ്ങനെ ഇവരെ പ്രത്യേകം വിളിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കയറ്റിയാൽ ഇപ്പം എന്താ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നു? ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടനോട് ചോദിച്ചു. മക്കൾ അങ്ങനെയാണെങ്കിലും ആ മനുഷ്യന് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കളെ അവരുടെ പാഷൻ അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു തന്തയായിട്ടാണ് എനിക്ക് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. ബിന്നി ഇന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് കുറേ പഠിച്ചു വെച്ചിരുന്നുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടനെ കാണാൻ പറ്റുവാണെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ. പക്ഷെ എല്ലാം മറന്നുപോയി. കണ്ണുകൾക്കൊക്കെ ഭയങ്കര ഒരു തിളക്കമാണെന്നുള്ളത്. അത് ശരിയാണ് കേട്ടോ. ലാലേട്ടനെ കുറിച്ച് അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു തേജസ്സാണ്. നേരിൽ കണ്ട എന്ന് പറഞ്ഞത് ഉണ്ടായിരിക്കും. കാര്യം ആ മനുഷ്യൻ്റെ ഒരു ജീവിതത്തോടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. അപ്പം അതുകൊണ്ട് വെറുതെ അങ്ങേരെ പോയിട്ട് ഈ സൈബർ ആക്രമണം ഇതിൻ്റെ പേരിലൊക്കെ പോയി ലെസ്ബിയൻ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഈ സീസണിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് പോലെയുള്ള രീതിയിൽ. അയ്യയ്യോ! ഇങ്ങനെ ഒട്ടും അസഹിഷ്ണുത അല്ല എന്താ പറയുന്നത്, അസഹിഷ്ണുത മാത്രമുള്ള ആൾക്കാർ നിറഞ്ഞ ഒരു ലോകത്ത് വളരെ ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോകാനായിട്ട്. നമുക്ക് എപ്പോഴും എന്താ പറയുന്നത്, എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെ റേസിസം അങ്ങനത്തെ പരിപാടി, ഇങ്ങനത്തെ ഒട്ടും സഹമനുഷ്യരോട് ഒട്ടും എന്താ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സംഘർഷാവസ്ഥ നിറഞ്ഞ ഒരു വേൾഡിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായി ഈ ലോകത്ത് ജീവിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഇതിൽ ഒരു കുടുംബമൊക്കെ ആയിട്ട് വരിക, അതിൽ കുട്ടികൾ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ ഭാവിയൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയം തോന്നും. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു എന്താ പറയുന്നത് ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ജീവിക്കുക, മുന്നോട്ട് പോവുക, അത്ര തന്നെ. ഇപ്പം ബിഗ് ബോസിൻ്റെ ഷോയൊക്കെ നിങ്ങൾ കൂടുതൽ തലയിലോട്ടൊന്നും എടുത്ത് വെച്ച് കയറ്റണ്ട. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കും, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഈ ആഴ്ച ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് നോട്ട്ബുക്കിൽ എഴുതി കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാം. അപ്പം എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉങ്ക വിട്ട് പിള്ളയാന്ന് വെച്ച് എന്നെ മன்னிச்சுக்கோங்க. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് തമിഴ് ബിഗ് ബോസും കൂടെ തുടങ്ങാനായിട്ട്. തമിഴ് പറയുമ്പോഴേ നമുക്കൊരു ആവേശമുള്ളൂ. മലയാളം ചെയ്യാനായിട്ടൊരു 1000 ചാനലുണ്ട്. പക്ഷെ തമിഴിൽ കുറച്ച് പേരൊക്കെയല്ലേ ഉള്ളൂ. എനിക്ക് തമിഴിലും മലയാളത്തിലും അങ്ങ് മിക്സ് ചെയ്ത് പറയും. പിന്നെ ഇത്രയും ഇത്രയും കൂതറയാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണുമെന്നാണ്. ഇനിയിപ്പോൾ അറം പറ്റുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണേലും അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തമിഴും അധികം വൈകാതെ തുടങ്ങുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡബിൾ ധമാക്കയായിട്ട് വരും. ഇതും മറ്റേതുമായിട്ട് കൊള്ളാം, നല്ലതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് തമിഴ് സീസൺ 8ൻ്റെ വീഡിയോ ആയിരിക്കട്ടെ. ഇനിയൊന്ന് മലയാളം ബിഗ് ബോസിൻ്റെ അകത്ത് തമിഴ് സീസൺ 8ൻ്റെ വീഡിയോ ഓടുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലൂപ്പിലിട്ട് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വീഡിയോ. അത് മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ അതേ വീഡിയോ തന്നെ ഇട്ടിരുന്നത്. പക്ഷെ അതൊക്കെ കോപ്പിറൈറ്റ് വന്നിട്ട് ഈ ഇതിൻ്റെ സ്റ്റാർ ലിമിറ്റഡിൻ്റെ കോപ്പിറൈറ്റ് വന്ന് ഒരു തരത്തിലും അവന്മാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അല്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളം സീസൺ 6ൻ്റെ അല്ല അതെല്ലാം വീഡിയോ ഇട്ടാലും മതിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് തമിഴ് കിടക്കട്ടെ ഇത്തവണ എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ടതാണ്. അതുകൊണ്ട് റാൻഡം വീഡിയോ ഒക്കെ വന്നാലും നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, കോപ്പിറൈറ്റ് കൊണ്ടാണ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരയ്ക്കും ഉங்களிடமிருந்து விடைபெறுவது உங்கள் நான்.